നമുക്ക് കീശ കാലിയാവാണ്ട് പിള്ളേരും മുതിർന്നവരായിട്ടൊന്ന് കറങ്ങാൻ പറ്റിയ സ്ഥലമാണെന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വലിയ വലിയ പാർക്കിലൊക്കെ പോയിട്ട് കാശ് കളയാൻ താല്പര്യമില്ലാത്തവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാട്ടോ. കുട്ടികളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ വീക്കെൻഡ് ഡേയ്സിലൊക്കെ ആണെങ്കിലും പിള്ളേരായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. വിജു മീഡിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് സീഷോർ ഫാം ആൻഡ് നഴ്സറിയിലേക്കാണ്. ഇപ്പോൾ ഇവിടെ നഴ്സറി ഫാം മാത്രമല്ല, നമുക്ക് ഒട്ടനവധി റൈഡുകളൊക്കെ ഉണ്ട്. ഈ കാണുന്ന പോലെ ട്രെയിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീഡിയോയുടെ ഇൻ്റർവ്യൂവിൽ കണ്ട പോലെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് ട്രെയിനാണ്. ട്രെയിൻ നമുക്ക് ഒരാൾക്ക് 30 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് വലിയ കൂടുതലായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല, കാരണം നമുക്ക് ഫാം മുഴുവൻ ഈ ട്രെയിനിൽ ചുറ്റി കാണാം കേട്ടോ. അതുകൂടാണ്ട് നമുക്ക് സൈഡിൽ ബോട്ട് റേസിംഗ് ഉണ്ട്. കൂടാണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഉണ്ട്. രണ്ട് സൈഡിൽ നല്ല പച്ചപ്പായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറേ തൈകൾ, വൃക്ഷങ്ങൾ അതും ഇതൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല രസമാണ് ഇതിലുള്ള കാഴ്ചകൾ. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു തോട് പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല രസമാണ് ഇതിൽ യാത്ര ചെയ്യാൻ. കുട്ടികൾക്കൊക്കെ വളരെ ഭംഗിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടത്. അപ്പോൾ സൈഡിൽ ബോട്ടിങ്ങിൽ കാര്യങ്ങളൊക്കെ കയറാം. പിന്നെ സൈഡിൽ റെസ്റ്റോറൻറ്റ് തന്നെ ഉണ്ട്. നമുക്കധികം കാശൊന്നുമില്ല, ചായയൊക്കെ 10 രൂപ തന്നെ ഉള്ളൂ. പിന്നെ ഇതുപോലെയുള്ള കാറുകൾ, ടോയ് കാറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇലക്ട്രിക് കാറാണത്. അപ്പോൾ അതിൽ ഓടിച്ച് കളിക്കാം. ഇതിനൊക്കെ ഒരാൾക്ക് 50 രൂപയാണ് നമുക്ക് ചാർജ് വരുന്നുള്ളൂ. നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ പിള്ളേരൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമായിട്ടത്. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഒരു 6 കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ 3 പീടിക സ്ഥലത്തും. ഈ സീഷോർ ഫാം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കുള്ള റൈഡുകൾ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള റൈഡുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തത് ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 6 പേരായിരുന്നു. ഇപ്പോൾ അന്നമ്മയൊക്കെ പുറകിൽ ബോട്ടിൽ നമ്മുടെ പുറകെ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഏഞ്ചലിനാണെങ്കിൽ കാലെത്തുന്നില്ല. അത് കാരണം അവൾ കൈ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ബോട്ട് ഓടിക്കുന്നത്. ഈ ബോട്ട് പോകുന്നതിൻ്റെ 2 വശവും നല്ല മനോഹരമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കണ്ട് തന്നെ ബോട്ടൊക്കെ ഓടിച്ച് പോകാം. പിന്നെ ഈ വെള്ളത്തിൽ കുറേ കരിമീനുകൾ നമ്മൾ കണ്ടു കേട്ടോ. നമുക്ക് അവിടുന്ന് പിടിക്കാൻ പറ്റില്ല, കണ്ടു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടത് ഈ ആംഗ്രി ബുൾ എന്ന് പറഞ്ഞ സംഭവമാണ്. അത് 40 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് അതിനുള്ള വർത്ത് ഉണ്ട് കേട്ടോ. സംഭവം നമുക്ക് അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാം, വലിയവർക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ ഏഞ്ചൽ അന്നമ്മയൊക്കെ അതിൻ്റെ അകത്ത് തകർത്ത് വാരാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റൈഡൊക്കെ. ഇനി ഞങ്ങൾ കയറിയത് മറ്റൊരു വെറൈറ്റി റൈഡായിട്ടോ. അതായത് മുകളിലേക്കും താഴേക്കും പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കൂടെ തന്നെ കിടന്ന് കറങ്ങുകയും ചെയ്യും റൈഡ്. അപ്പോൾ മനോഹരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു റൈഡായിരുന്നു അത്. ആദ്യം ഒരു പേടിയൊക്കെ തോന്നുമെങ്കിലും പിന്നെ നമുക്കത് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു റൈഡായിരുന്നു. അതും നമുക്ക് ഒരാൾക്ക് 50 രൂപയാണ് ചാർജ് ഉള്ളൂ. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ നമുക്ക് യന്ത്ര ഊഞ്ഞാലുണ്ട്.
ഞങ്ങളങ്ങനെ യന്ത്രൂഞ്ഞാലിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് താഴെ ആളുകളെ കയറ്റാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നേരത്തെ സഞ്ചരിച്ച ട്രെയിൻ താഴെ കൂടെ പോകുന്നത്. അപ്പോൾ അച്ചപ്പൻ്റെ ഉള്ളിൽ കൂടെ ട്രെയിൻ പോകണമെന്ന് നല്ല ഭംഗിയായിട്ടാണ്. ഇതിൻ്റെ ചുറ്റിലും നല്ല പച്ചപ്പായതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് യാത്ര ചെയ്യാൻ തന്നെ. അവിടെയുള്ള കാഴ്ചകൾ, ബാക്കി കാര്യങ്ങൾ, ബാക്കി റൈഡുകളൊക്കെ ഇതിൻ്റെ മുകളിൽ ഇരുന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ താഴെ കാണുന്ന ടിക്കറ്റ് കൗണ്ടറുകളാണ്. ഓരോ ഷെഡ് കാണുന്നത് ഓരോരോ റൈഡുകളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കയറിയ റൈഡ് തൊട്ടപ്പുറത്തേക്ക് ഓടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇരുന്നാകുമ്പോൾ നമുക്ക് ഫുൾ വിഷ്വൽ കിട്ടും. അപ്പോൾ അത് കാരണം ഇതിൻ്റെ മുകളിൽ അവർ നിർത്തിയിട്ട സമയത്ത് ഞാൻ എടുത്ത വിഷ്വലാണിത്. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. കാരണം വലിയ തിരക്ക് കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നല്ല ക്രൗഡായിരുന്നു. ഇതിലൊക്കെ കയറാൻ വേണ്ടി നല്ല ക്യൂ ഒക്കെ ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടത്. ഞാൻ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. Darling, I'm just so fed up with these expectations. They weigh me down. My heart is begging me to get the hell out of my head. I'm gonna live inside the upside down for a minute and pretend. Honey, I'm a perfect 10. Whoa, whoa. Honey, I'm a perfect 10. Whoa, whoa. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് നല്ലൊരു ഒട്ടകമുണ്ട്. പിന്നെ തൊട്ടപ്പുറം കുറേ കുതിരകൾ, പല കളറുള്ള കുതിരകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഫാമിൽ നമുക്ക് കുതിര സവാരിയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. സവാരിക്കുള്ള കുതിരേനെയാണ് അവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ചെറിയ സങ്കരയിനം പശുക്കൾ, പട്ടികൾ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നമുക്ക് എല്ലായിടത്തേക്കും എത്താൻ നേരം കിട്ടിയില്ല. കാരണം നമുക്ക് അത്യാവശ്യം എല്ലാ സ്ഥലത്തേക്കും നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരുമാതിരി നേരമാവും. കാരണം അതുപോലെ കാണാനുണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഇവിടെ നേഴ്സറിയാണ് അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത്. ഏക്കർ കണക്കിന് സ്ഥലത്ത് മാവ്, പ്ലാവ്, റംബൂട്ടാൻ, മംഗോസ്റ്റിൻ, പിന്നെ ചെടികൾ ഉൾപ്പെടെ അത്യാവശ്യ സാധനങ്ങൾ, സപ്പോട്ട, ചെറിയ സപ്പോട്ട തൈകൾ, എല്ലാ സാധനങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും കായും ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഒരു പാർക്ക് ഒരുക്കിയിട്ടുണ്ട് നല്ല മനോഹരമായിട്ട്. അതിനകത്ത് പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് കയറാൻ നമുക്ക് എൻട്രൻസ് ഫീയോ കാര്യങ്ങളൊന്നുമില്ല. ഈ പാർക്കൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാം. പിന്നെ ബാക്കി ഓരോ റൈഡുകൾക്കാണ് നമുക്ക് കാശുള്ളത്. വലിയ കാശൊന്നും പറയാനില്ല. നമുക്ക് 40 രൂപ, 50 രൂപ, 30 രൂപ അങ്ങനെയൊക്കെയുള്ളൂ ചാർജുകൾ. വലിയ ക്യാഷ് എന്ന് പറയാനില്ല. നമുക്ക് ലോ ബഡ്ജറ്റിൽ പിള്ളേരെ കൊണ്ടൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടത്. ഇപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോഴേക്കും ആൾക്കാരൊക്കെ എത്തി തുടങ്ങി, നിറച്ച് വണ്ടികളൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ സമയം കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ ഒരാൾ പറഞ്ഞു കേട്ട് ഇവിടേക്ക് വന്നതാണ്. പക്ഷേ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നമുക്ക് പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. പിള്ളേർക്ക് പറ്റിയ റൈഡുകൾ തന്നെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുതിർന്നവർക്ക് കയറാനുള്ള സ്ഥലമുണ്ട്. ചുറ്റും പച്ചപ്പ്, പാടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ ഇപ്പോൾ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിനകത്തൊക്കെ നിറച്ച ആൾക്കാരായിട്ട് ഞങ്ങൾ കയറുമ്പോൾ ഞങ്ങളുടെ ഫാമിലി, വേറൊരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ട്രെയിൻ ഫുള്ളായി. ഈ പാർക്കിൻ്റെ ചുറ്റുമായിട്ട് നല്ല ഗാർഡൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം 6 മണി സമയമൊക്കെ ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. നാളെ കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ ഉണ്ട്. പിന്നെ സൺഡേ ആയ കാരണം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. പോകുന്ന വഴിയൊക്കെ ആണെങ്കിലും നല്ല രസമുണ്ട്. നമുക്ക് ഈ ഫാമിലിക്ക് കയറാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഇതുപോലെ 2 സൈഡും നല്ല മനോഹരമായിട്ട് പച്ചപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരിക്കും ഗുഡ് ബൈ.